ഹലോ, ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് മറൈൻ ഡ്രൈവിലെ സൂപ്പർ റിയാലിറ്റി എക്സ്പോ കാണാൻ വേണ്ടിയാണ്. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയാണ് അതിൻ്റെ ടൈമിങ്. ഞങ്ങളിപ്പോൾ നൈറ്റായിട്ട് പോവുള്ളൂ, അപ്പോൾ സ്വസ്ഥമായിട്ട് കണ്ടൊക്കെ നമുക്ക് സമാധാനത്തിൽ പോരാലോ. ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ 9 മണിയായി. അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് ആൾക്കാരുണ്ടായുള്ളൂ. അതുകൊണ്ട് സ്വസ്ഥമായിട്ട് നമുക്ക് കാണാൻ പറ്റി. എറണാകുളത്തുള്ള മറൈൻ ഡ്രൈവ് ഡോം തിയേറ്ററിലാണ് ഇതുള്ളത്. വെറും ഒരാൾക്ക് 100 രൂപയേ ഉള്ളൂ. ട്രസ്റ്റ് മീ, വേർത്തിയാണ്. നമ്മൾക്ക് ശരിക്കും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അവിടെ റോബോട്ടിക് ആനിമൽസ് ഉണ്ട്, ജുറാസിക് പാർക്ക് ഉണ്ട്, പിന്നെ 360 ഡിഗ്രി ഡോമും ഉണ്ട്. കയറി ചെല്ലണത് തന്നെ നമ്മൾ ജുറാസിക് പാർക്കിലാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു വലിയ കൃഷ്ണപ്പരുന്നൊക്കെ ഉണ്ട്. നല്ല രസമാട്ടോ കാണാൻ. റോബോട്ടിക്കായിട്ടുള്ള പലതരം ഡൈനോസേഴ്സും അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. നമ്മൾക്ക് പലതരം ആനിമൽസും ഉണ്ട് അവിടെ. പീക്കോക്ക്, വലിയ കൃഷ്ണപ്പരുന്തും കുഞ്ഞു കൃഷ്ണപ്പരുന്തും പരുന്തും ഓളും, പിന്നെന്താ ബാറ്റുണ്ട്, ഒട്ടകപ്പക്ഷിയുണ്ട്, പിന്നെ വേറെ കിവി, കിളികൾ, അങ്ങനെ ഒരുപാട് റോബോട്ടിക് ആനിമൽസ് ഉണ്ട് അവിടെ. ഏറ്റവും അതിൽ നമ്മൾക്ക് എന്താ പറയുക, എക്സൈറ്റഡ് ആയിട്ട് തോന്നണമെന്ന് വെച്ചാൽ വലിയ കുറേ ഡൈനോസേഴ്സ് ഉണ്ട്. ചെറുത് കണ്ടപ്പോൾ ശരിക്കും പേടിച്ചു കേട്ടോ. Dame un grr. ¿Un qué? Un grr. ¿Un qué? ¿Un qué? Un grr. ¿Un qué? Un grr. ¿Un qué? Un grr. Dame un grr. ¿Un qué? Un grr. ¿Un qué? ¿Un qué? Un grr. ¿Un qué? Un grr. നമുക്കെല്ലാം ഏറ്റവും രസം എന്താണെന്ന് കണ്ടിട്ട് വരാം. ശരിക്കും അതാത് ആനിമൽസിൻ്റെ അതേ സൗണ്ട് വെച്ചിട്ടാണ് ഇവർ ചെയ്തിരിക്കണേ. അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒന്നുള്ളിൽ ഭയം തോന്നും. നമുക്കറിയാം ഇത് ഒറിജിനൽ അല്ല, എന്നാലും നല്ല റിയാലിറ്റി, നല്ലൊരു ഒറിജിനാലിറ്റി തോന്നും. നമുക്ക് ശരിക്കും ഒരു റോബോട്ടിക് ആനിമൽ സൂയിൽ കയറിയ ഒരു ഫീലാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ. ഇതെല്ലാം വീഡിയോക്കാളും കൂടുതലല്ലാണ്ട് നേരിട്ട് കാണാനും സൂപ്പറാണ്. ഇവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. വലിയ ആന അല്ലേ? ആന പോഞ്ഞ ആനിമൽ സൂവിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് റോബോട്ടിക് സെക്ഷനിലാണ്. അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് ഉണ്ടാവും. നമ്മളെ കാണുമ്പോൾ അവർ ഓരോരോ ഗസ്റ്റേഴ്സൊക്കെ കാട്ടും, ഹായ് കാട്ടും, ബായ് കാട്ടും, ഈവൻ നമ്മളെ കെട്ടി വരെയും പിടിക്കും. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം മോനോട് പറഞ്ഞു പോകാൻ പറ്റിയില്ല. പിന്നെ ഞാൻ പോലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അവരവിടെ റിമോട്ടിൽ കൺട്രോൾ ചെയ്യണതാണ്. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഡിഷ് 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 ആ നടത്തവും സൗണ്ടും ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും പേടിയായി. എന്നാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമുക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ അവിടെ തന്നെ ഇതുപോലെ റോബോട്ടിക് ഡോഗും ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഒരുവിധം കോഴിക്കോട്, കൊല്ലം, അങ്ങനെ ഒരുപാട് എക്സിബിഷൻസിലൊക്കെ നമ്മളിങ്ങനെ റോബോട്ടിക്സിനെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അത് പക്ഷേ ഞാനിതുവരെ TV-യിലോ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നേരിട്ട് കണ്ടപ്പോൾ പേടിയായെങ്കിലും വല്ലാത്തൊരു സന്തോഷമായിരുന്നു അത്. ബാബു എനിക്ക് പേടിയായിട്ട് അടില്ല. പിന്നെ അതിൻ്റെ കാര്യം ഫോണുണ്ട്, ഡ്രോൺ ബോളാ. അത് ശരി, ഡ്രോണില്ലേ?
കെട്ടിപ്പിടിക്കാം കെട്ടിപ്പിടിക്കണേ ചെല്ല് എന്റെ പമ്പ് പേടിച്ചു കൊടുത്തത് കണ്ടില്ലേ ഗൈസ് അങ്ങനെ റോബോട്ട് ടാറ്റയും ഫ്ലൈയിങ് സർ കമ്പനി ഞങ്ങൾ അതിലേ പോയി. അത് കഴിഞ്ഞിട്ടാണ് വരുന്നത് നമ്മളുടെ ഡോം തിയേറ്റർ, 360 ഡിഗ്രി ഡോം തിയേറ്റർ. ക്യൂ ഒക്കെ നിൽക്കാനുള്ളതൊക്കെ സജ്ജീകരണം അവർ ചെയ്തിട്ടുണ്ട്. രാത്രി ആയ കാരണം ഞങ്ങൾ രക്ഷപ്പെട്ടു, ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല. നമ്മളതിൽ കയറുന്നതിന് മുമ്പ് മസ്റ്റായിട്ട് നമ്മളുടെ ഷൂവും സോക്സും എല്ലാം ഊരി വെച്ചിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. നമ്മൾ ആദ്യം എടുക്കുന്ന ടിക്കറ്റ് മസ്റ്റായിട്ട് കയ്യിൽ വേണം. അവർ കയറി അത് പകുതി നമുക്ക് തരും. അതിവിടെ കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. ഇതും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു കാണുമ്പോൾ തന്നെ ഒരു ഇഗ്ലൂ ഷേപ്പിൽ തന്നെയാണ് അവരിത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവർ നമ്മളെ ഓർഡറാക്കി ഇങ്ങനെ നിർത്തി തരും. എന്നിട്ട് പിന്നെ അവർ 360 ഡിഗ്രിയിൽ അതിൽ ഫുള്ള് ഇത് തന്നെയാണ്. ഞങ്ങൾക്ക് 2 കുഞ്ഞ് കാർട്ടൂൺസാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. നമുക്ക് ശരിക്കും ഇത് സ്റ്റാർട്ടാവുമ്പോൾ വല്ലാത്തൊരു പെട്ടെന്നൊരു ജെർക്കൊക്കെ ഫീൽ ചെയ്യും. നമ്മളവിടെ നിൽക്കുകയാണെങ്കിലും നമ്മൾ ശരിക്കും ഇവരിങ്ങനെ കാട്ടണ പോലെ ഇവരുടെ കൂടെ ഇങ്ങനെ പോണ പോലെ നമുക്ക് തോന്നും. കുഞ്ഞു കുട്ടികൾക്കൊക്കെ കരയണൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ മോനും അതെ, ഭയങ്കര പേടി. അവന് കാണുന്ന തന്നെ ഉണ്ടായില്ല, ഫുൾ ഇറുക്കി പിടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. നമ്മളവിടെ നിൽക്കുകയാണെങ്കിലും നമ്മൾക്ക് പലപ്പോഴും തോന്നിപ്പോയി. എനിക്ക് ചെറുതായിട്ട് തല ചുറ്റണൊക്കെ ഉണ്ടായി. എന്താ വെച്ചാൽ ഭയങ്കര ഫാസ്റ്റായിട്ടല്ലേ നമ്മൾ ശരിക്കും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞൊക്കെ പോകും. ശരിക്കും ഇതിൻ്റെ കൂടെ ഇങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്ത് പോണ പോലെ തന്നെ നമ്മൾക്കൊരു ഫീലാണ്. സത്യം പറഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ കിളി പോയ അവസ്ഥയായിരുന്നു. എന്നാലും കുറേ നേരം ഇങ്ങനെ ഷെയ്ക്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലും നമ്മളൊരു സ്ഥലത്ത് പോയാൽ നമ്മൾ പരമാവധി എന്തെങ്കിലുമൊക്കെ കോപ്പറേറ്ററുകളെ കാട്ടി വരണമല്ലോ. ഡോം തിയേറ്റർ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ ഒരു റിഫ്രഷ്മെൻറ്റ് ഏരിയ ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പോപ്കോണും ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് ആ ഷേക്കിംഗ് ഒക്കെ ഒന്ന് മാറ്റി. നമുക്ക് പെട്ടെന്നൊന്നും നടന്നു പോകാൻ പറ്റില്ല. അതനുസരിച്ച് തന്നെയാണ് തോന്നുന്നത് അവരവിടെ ആ ഒരു സ്റ്റാൾ ഒരു ചെറുത് ഉണ്ടാക്കിയിരിക്കണം. എല്ലാവരും അവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോയത്. അത് കഴിഞ്ഞിട്ട് വരണമെന്ന് വെച്ചാൽ ബുക്ക് സ്റ്റാളുകൾ. ആസ് യൂഷ്വൽ നമ്മൾ എക്സിബിഷനിൽ കാണാറില്ലേ, ഉപ്പ് തുടങ്ങി കർപ്പൂരം വരെ എന്ന് പറയണ പോലെ കളിപ്പാട്ടങ്ങളും ടോയ്സും അലുവകളും വറുത്ത സാധനങ്ങളും അച്ചാറുകളും അങ്ങനെ ഒരുപാട് ചെരുപ്പ്, ഡ്രസ്സ്, തൊപ്പി അങ്ങനെ എല്ലാനും ഉള്ള സ്റ്റാളുകളായിരുന്നു. അതൊക്കെ നമുക്ക് കണ്ടിട്ട് ഇങ്ങനെ പോരാം. ഞങ്ങളുടെ ക്യാപ്പിൻ്റെ ആൾ ക്യാപ്പ് കട എത്തിയപ്പോൾ സ്റ്റക്കായി. ഇതൊക്കെ കണ്ടിറങ്ങി വന്നപ്പോഴേക്കും 10 മണി ഓൾമോസ്റ്റ് കഴിഞ്ഞിരുന്നു. നന്നായിട്ട് വിശക്കുണ്ടായി. അവിടെ ഈ സ്റ്റാളിൽ ഒരുപാട് ബിരിയാണി, ചിക്കൻ, പൊറോട്ട, പുട്ട്, കടല, അങ്ങനത്തെ മീൻകറി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇങ്ങനെ സ്റ്റാളുകൾ പോയാൽ ഞങ്ങളുടെ മെയിൻ ഐറ്റം പാനിപ്പൂരി ആണ് കഴിക്കാറ്. വേറെ ഒന്നും കഴിച്ചൊന്നുമില്ല.
ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കനെ കുറച്ച് മറൈൻ ഡ്രൈവിൽ നടന്നു. എന്താ വെച്ചാൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കാർ പാർക്ക് ചെയ്തിരുന്നത് അവിടെയായിരുന്നു. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞാനിങ്ങനെ രാത്രി മറൈൻ ഡ്രൈവിൽ ഒന്നും ഇങ്ങനെ നടന്നിട്ടില്ല. വല്ലാത്തൊരു റിലാക്സേഷൻ ആയിരുന്നു. നമ്മളുടെ ഫാമിലി, ഹസ്ബൻഡ്, 2 മക്കളുടെ കൂടെ മാത്രം നമ്മളിങ്ങനെ നടന്നൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അത് വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ്. നമുക്ക് ഭയങ്കര ഒരു റിലാക്സ്ഡ് ആയിട്ട് തോന്നും. അല്ലെങ്കിൽ സാധാരണ മറൈൻ ഡ്രൈവിൽ വരുമ്പോൾ ഒച്ചയും ബഹളവും, ഇത് വേറൊരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. നമുക്കേ ഒരു ദിവസം നട്ടപാതിരിക്ക് റോഡിലൂടെ ഇറങ്ങി നടക്കണം. എങ്ങനെ വെളിച്ചത്ത് നക്ഷത്രങ്ങളൊക്കെ നോക്കിയിട്ട് അല്ലേ? നമ്മൾ രണ്ടുപേരും മാത്രം ഒറ്റയ്ക്ക് നടന്നല്ലേ? നടക്കും. നോക്കിക്കോ. അങ്ങനെ ഞങ്ങളുടെ കറക്കവും വാക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കനെ അവിടുന്ന് മറൈൻ ഡ്രൈവിൽ നിന്ന് ടാറ്റ ബൈ പറഞ്ഞു പോന്നു. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വേഗം, ഞങ്ങളുടെ കൂടെ ഉണ്ടായപ്പോഴും 1-2 പേരുകളും ഉണ്ടായുള്ളൂ, അവരൊക്കെ പോയി തുടങ്ങി. അപ്പോൾ ജൂൺ ലാസ്റ്റ് വരെ ഉള്ളൂ, പോകാൻ പറ്റുന്നവരൊക്കെ പോവുക. 100 റുപ്പീസിന് ശരിക്കും വെർത്തിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്